ഇന്ത്യ മുന്നണിയെ പ്രതിരോധത്തിലാക്കി മമതാ ബാനർജി. CPM ഭീകര സംഘടനയെന്ന മമത ഭീകര സംഘടനയുമായി സഖ്യം പറ്റില്ല എന്നും മമതയുടെ തുറന്നു പറച്ചില്ല. അതേസമയം ഇന്ത്യ സഖ്യത്തിൽ പഞ്ചാബിലും ഭിന്നത തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാർത്തകൾ പുറത്തുവരുന്ന പ്രകാരം തന്നെയാണ് ആം ആദ്മി പാർട്ടിയുമായി സഖ്യം വേണ്ടെന്ന് പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സഖ്യത്തിൽ ഭൂരിഭാഗം നേതാക്കൾക്കും അതൃപ്തി എന്നാണ് പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതും. ഗൗതം അനന്തനാരായൺ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, വിശദാംശങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചതോടെ INDA മുന്നണിയിൽ കലാപം രൂക്ഷമാവുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ മുന്നണികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. പശ്ചിമ ബംഗാളിൽ CPM ഭീകര സംഘടനയാണെന്നും CPM പോലത്തെ ഭീകര സംഘടനകളുമായി തനിക്ക് സഹകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി തുറന്നടിച്ചതിന് പിന്നാലെ ഇപ്പോൾ പഞ്ചാബിലും പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. നേരത്തെ തന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സീറ്റ് വിഭജന പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ അത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. പഞ്ചാബ് PCC ആം ആദ്മി പാർട്ടിയുമായി സഹകരിക്കാൻ കഴിയില്ല, തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരത്തിലൊരു സഖ്യത്തിന്റെ ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വം തെറ്റായ സമീപനം സ്വീകരിക്കുന്നു എന്നാണ് പഞ്ചാബ് PCC ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും ഡൽഹിയിലും പഞ്ചാബിലും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും യോജിച്ച് മത്സരിക്കുന്നതിനോട് ഇരു സംസ്ഥാനങ്ങളിലെയും രണ്ട് പാർട്ടികളുടെയും സംസ്ഥാന ഘടകങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ INDA മുന്നണിയുടെ സംവിധാന പ്രകാരം എല്ലാ കക്ഷികളും BJPക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നതാണ് മുന്നണിയുടെ നിലപാട്. ഇതാണിപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അനു, ഗൗതം, ഇതിനോടനുബന്ധിച്ച് തന്നെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നോക്കിക്കാണേണ്ട മറ്റൊരു വിഷയം എന്നത് ഒരുപക്ഷെ പശ്ചിമ ബംഗാൾ രാഷ്ട്രീയമാണ്. കാരണം മുൻപില്ലാത്ത ഒരു പ്രതിസന്ധി ഒരുപക്ഷെ മമതാ ബാനർജി നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന് ഉണ്ട് എന്ന് നിസ്സംശയം പറയേണ്ടി വരും. കാരണം ഈ റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ഈ സമീപകാലത്തെ സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഈ ബംഗാളുമായി ബന്ധപ്പെടുത്തി ഇന്ത്യ മുന്നണിയിലുള്ള ഭിന്നത തുടക്കം മുതൽ തന്നെ ആശയക്കുഴപ്പങ്ങളൊക്കെ നിലനിന്നിരുന്നു. അദർ രഞ്ജൻ ചൗധരി ഇതിനിടയിൽ മമതയ്ക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയത് കൂടി നമ്മൾ കണ്ടിരുന്നു. അനു, ബംഗാള്, കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ INDA മുന്നണി എങ്ങനെ സീറ്റ് വിഭജനം നടത്തുമെന്നതാണ് ശ്രദ്ധേയം. കേരളത്തിൽ എന്തായാലും മുന്നണി സംവിധാനമില്ല. ബാക്കി എല്ലായിടത്തും ഒരുമിച്ച് നിൽക്കുകയും കേരളത്തിൽ കോൺഗ്രസും CPM പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നു. ബംഗാളിലെങ്കിലും ഈ മുന്നണി സംവിധാനം രൂപപ്പെടുത്താനാണ് ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചത്. പക്ഷേ CPM അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചാണ് ഇപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, CPM ഒരു ഭീകര സംഘടനയാണ്, രാജ്യവിരുദ്ധ സംഘടനയാണെന്നാണ് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം നോർത്ത് 24 പർഗാനാസിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും വലിയ കല്ലുകടി വരും ദിവസങ്ങളിൽ ഈ മുന്നണിക്കകത്ത് ഉണ്ടാകുമെന്നതിന്റെ ലക്ഷണമാണ്. കേരളത്തിന് സമാനമായി ബംഗാളിലും ഒരുപക്ഷെ മുന്നണി രൂപീകരണം അസാധ്യമാകുമെന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ഇത് കൂടാതെയാണ് ഈ പഞ്ചാബിലും അതോടൊപ്പം തന്നെ ഡൽഹിയിലുമൊക്കെ ആം ആദ്മി പാർട്ടിയെ വിമർശിച്ച് രണ്ട് സംസ്ഥാനങ്ങളുടെയും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ കൂടി രംഗത്തെത്തുന്നത്. ഇത് വലിയ ആശയക്കുഴപ്പത്തിലേക്ക് INDA മുന്നണി പോകുന്നു എന്നതിന്റെ ലക്ഷണമാണ്. അനു, ശരി, ഗൗതം അനന്തനാരായണനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.